ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Pythagoras concept of alpha, beta and gamma diversity to measure biodiversity related to. അപ്പോൾ ഈ ആൽഫ ബീറ്റ ഗാമ ഡൈവേഴ്സിറ്റി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ, സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. പല രീതിയിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. സോ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ടു കമ്പയർ ദ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ദി എക്കോസിസ്റ്റം, ബീറ്റ ജനറ്റിക് വേരിയേഷൻ വിത്തിൻ എ കമ്മ്യൂണിറ്റി, ഗാമ ഗ്ലോബൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ അഭിപ്രായങ്ങൾ പറയാം. ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈവേഴ്സിറ്റി എമോങ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബീറ്റ ഡൈവേഴ്സിറ്റി വിത്തിൻ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്, ഗാമ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പം നമുക്ക് നോക്കാം. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലേ? ആൽഫ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ആൽഫ ഡൈവേഴ്സിറ്റി ഈസ് ലോക്കൽ ഡൈവേഴ്സിറ്റി വിത്തിൻ എ പെർട്ടിക്കുലർ ഏരിയ ഓർ എക്കോസിസ്റ്റം അല്ലെ. ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഏരിയക്കുള്ളിലുള്ള ആ ഒരു ലോക്കൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. സോ ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് refers to the diversity within a particular area or ecosystem. ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഡൈവേഴ്സിറ്റി ആണ് ആൽഫ അഥവാ ലോക്കൽ ഡൈവേഴ്സിറ്റി. ഇനി ബീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? വേരിയേഷൻ ഇൻ സ്പീഷീസ് കോമ്പോസിഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എക്കോസിസ്റ്റം. രണ്ടോ അതിലധികമോ എക്കോസിസ്റ്റത്തിനെ കമ്പയർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് കമ്പയർ ദ ചേഞ്ച് ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആസ് വൺ മൂവ് ഫ്രം വൺ കമ്മ്യൂണിറ്റി ടു അനദർ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എക്കോസിസ്റ്റമേ ഉള്ളൂ. ആ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിലുള്ള എന്താണ്? ഡൈവേഴ്സിറ്റി, ലോക്കൽ ഡൈവേഴ്സിറ്റി ആണ് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ബീറ്റ ഡൈവേഴ്സിറ്റി ആണ് അല്ലെ. ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വേരിയേഷൻ ഇൻ സ്പീഷീസ് കോമ്പോസിഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എക്കോസിസ്റ്റം, രണ്ടോ അതിലധികമോ എക്കോസിസ്റ്റങ്ങൾ തമ്മിലുള്ളത്. ഗാമ എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അക്രോസ് ആൻ എൻറ്റയർ ലാൻഡ്സ്കേപ്പ് അല്ലെ. അവിടെ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം മാത്രമല്ല എടുക്കുന്നത്, എൻറ്റയർ ആയിട്ടുള്ള എന്താണ് ആ ലാൻഡ്സ്കേപ്പിലെ ഡൈവേഴ്സിറ്റി ആണ്. നമ്മൾ ഈ ഒരു പിക്ചർ ഒരു +2 ക്ലാസ് തൊട്ട് കാണുന്ന ഒരു പിക്ചറാണ് അല്ലേ. അതായത് ആൽഫ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എക്കോസിസ്റ്റം, ഈ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിലുള്ള ഡൈവേഴ്സിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആൽഫ എന്ന് വിളിക്കുന്നത്. ബീറ്റ എന്ന് പറയുമ്പോൾ ഈ രണ്ട് എക്കോസിസ്റ്റംസ് എടുക്കുക. ഈ രണ്ട് എക്കോസിസ്റ്റംസിലും ഉള്ള ഇൻ ബിറ്റ്വീൻ ആണ്, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഗാമ എന്ന് പറയുന്നത് നോക്കി, ഈ ഒരു ഫുൾ റീജിയണിലെ ഡൈവേഴ്സിറ്റി ആണ് ഗാമ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. ആൽഫ എന്ന് പറയുന്നത് ബിറ്റ്വീൻ എക്കോസിസ്റ്റംസ് ആണോ? അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ തന്നെ നമുക്ക് കളയാം. ആൽഫ ഡൈവേഴ്സിറ്റി എമോങ് എക്കോസിസ്റ്റംസ് ആണോ? ആണോ? അല്ല. ലോക്കൽ ഡൈവേഴ്സിറ്റി ആണല്ലേ ആൽഫ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് കമ്പയർ ദ ഡൈവേഴ്സിറ്റി, രണ്ട് എക്കോസിസ്റ്റംസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റിയുടെ കമ്പാരിസൺ ആണ് ഇതെന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത്. ഗാമയാണ് എന്തെന്ന് പറയുന്നത്? ഒരു റീജിയണിലെ ഫുൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ആൽഫ ഈസ് ഈ ലോക്കൽ ഡൈവേഴ്സിറ്റി ആണ്, ഫസ്റ്റ് ഡൈവേഴ്സിറ്റി ആണ്. സോ ഇറ്റ്സ് എ ലോക്കൽ ഡൈവേഴ്സിറ്റി. ബീറ്റ എന്ന് പറയുമ്പോഴോ ബീറ്റയുടെ പ്രത്യേകത എന്തായിരിക്കും? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇക്കോസിസ്റ്റംസ് നിങ്ങൾ എടുക്കാന്ന് വെച്ചോ, ഈ രണ്ട് ഇക്കോസിസ്റ്റംസ് തമ്മിലുള്ളതാണ് ഇതെന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത്. ദെൻ ഗാമ മീൻസ് ഇറ്റ്സ് എ റീജിയണൽ ഡൈവേഴ്സിറ്റി. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം. അഗെയിൻ ഈ വർഷത്തെ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ചാണ് അല്ലെ. ഒരേ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് അടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ ഈസിയാണ് അല്ലേ. നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചാലും ബയോ ഇൻഫോർമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് 2 ഉണ്ടെങ്കിൽ 2 അടുപ്പിച്ച്, ഇപ്പൊ 59 60 ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് എക്കോസിസ്റ്റംസ് ഒക്കെ ഏകദേശം അടുത്തടുത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം റെഫേഴ്സ് ടു. എന്താണ് ഒരു എക്കോസിസ്റ്റത്തിലെ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? Rate of biomass production in the ecosystem, total energy of biomass present at a given time in the ecosystem, biomass or living matter of a biotic component of an ecosystem, inorganic nutrients found in an ecosystem. അപ്പോൾ എന്താണ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്? എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന 2 ടേമുകളാണ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റും സ്റ്റാൻഡിംഗ് ക്രോപ്പും. ഓക്കെ അല്ലേ? മിക്കവാറും ഉള്ള എല്ലാവർക്കും അത്യാവശ്യം തിരിഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ക്രോപ്സും.
സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ഇനോർഗാനിക് ന്യൂട്രിയൻസ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് ന്യൂട്രിയൻസിന്റെ എമൗണ്ട്, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം പോലെയുള്ള കുറെ അധികം ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ. ഈ ഇനോർഗാനിക് ന്യൂട്രിയൻസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അത് ഈ ഒരു എവിടെയായിരിക്കും കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിൽ വാട്ടർ അല്ലെ. ഒന്നെങ്കിൽ ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ എക്കോസിസ്റ്റത്തിന്റെ സോയിലോ അല്ലെങ്കിൽ വാട്ടറിലോ അല്ലെ, ഒന്നെങ്കിൽ സോയിലില് അല്ലെങ്കിൽ വാട്ടറില്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നില് കാണപ്പെടുന്ന സോയില് അല്ലെങ്കിൽ വാട്ടർ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നില് കാണപ്പെടുന്ന ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയന്റ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് ഇവയുടെ എമൗണ്ടിനെയാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല നോൺ ലിവിങ് ആയിട്ടുള്ള അബയോട്ടിക് പാർട്ടാണ് അല്ലെ, എക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് പാർട്ടിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അബയോട്ടിക് പാർട്ടാണ്, ജീവനുള്ളവയല്ല, ജീവനില്ലാത്തവയാണ്. അതിൽ തന്നെ ഇനോർഗാനിക് ന്യൂട്രിയൻസ്, സോയിലും വാട്ടറിലും കാണപ്പെടുന്ന ഇനോർഗാനിക് ന്യൂട്രിയൻസിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാൻഡിങ് ക്രോപ്പ് ആണെങ്കിലോ ടോട്ടൽ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ആണ്. തിരിഞ്ഞു പോവരുത്, ഇത് നോൺ ലിവിങ് ആണ് അല്ലെ. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്. എന്നാൽ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത് ലിവിങ്ങിന്റെ ബയോമാസ് ആണ്. എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. ലിവിങ് മെറ്റീരിയലിന്റെ ടോട്ടൽ മാസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മള് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. ലിവിങ് കമ്പോണന്റ് ആണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ചെടികള്, പ്ലാന്റ്സുകളായിരിക്കും, അപ്പൊ അവയ്ക്ക് ജീവനുണ്ട്. അപ്പൊ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലിവിങ് കമ്പോണന്റിന്റെ ബയോമാസ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് ആണ്, അതിൽ തന്നെ ഇനോർഗാനിക് കമ്പോണന്റ്സിനെയാണ് കൂടുതൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? So, inorganic nutrients found in the ecosystem that represent the non-living matter. Non-living matterനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ 57th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A pheromone are environmentally induced morphological form of a species. സ്റ്റേബിൾ അല്ലെ, ഒരു അസേർഷൻ റീസൺ ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഓവർ ജനറേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ്. സ്റ്റേബിൾ ഓവർ ജനറേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ്. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന്. അപ്പൊ ആദ്യം എന്താണ് ഫെറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഐഡിയ? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എക്കേർഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും അല്ലെ ചില ആൾക്കാർക്കെങ്കിലും. എക്കേർഡ്സ് തന്നെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? നമ്മുടെ ഫെറോമോൺസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ആൻ ഓർഗാനിസം അല്ലെ, ഒരു ഓർഗാനിസംസിന് ഉണ്ടാവുന്ന വേരിയേഷൻസ്, അതായത് എന്താണ്? ഓർഗാനിസത്തിന്റെ അപ്പിയറൻസിലോ സ്ട്രക്ചറിലോ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ആർ ട്രിഗേർഡ് അല്ലെ സ്പെസിഫിക് എൻവയോൺമെന്റ് ഇറ്റ് ലിവ് ഇൻ. അത് എന്തുകൊണ്ടായിരിക്കും? ആ ജീവിക്കുന്ന എൻവയോൺമെന്റിലെ ഏതെങ്കിലും ഒരു സാഹചര്യം മൂലം ആ ഒരു ഓർഗാനിസംസിന് എന്തെങ്കിലും വേരിയേഷനോ ചേഞ്ചുകളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കേർഡ്സ് എന്ന് പറയുന്നത്. These changes are not genetic but rather the form of plasticity അല്ലെ. അപ്പൊ അതൊരിക്കലും ജനറ്റിക് അല്ല, അതായത് ജനറ്റിക്കലി കിട്ടുന്നതല്ല, അത് താമസിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിലെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് സ്ട്രക്ചറലി ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് അപ്പിയറൻസിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫെറോമോൺസ് അഥവാ എക്കേർഡ്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേബിൾ ഓവർ ജനറേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അടുത്ത് നമ്മുടെ അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? റീസൺ നിങ്ങൾ നോക്കിയേ, സ്റ്റേബിൾ ഓവർ ജനറേഷൻ. ഓരോ ജനറേഷനിലും ഇതെന്താണ്? സ്റ്റേബിൾ ഓവർ ദ ജനറേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനറേഷൻ കഴിയുന്നവർ എന്താണ്? സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്റ്റേബിൾ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് സ്റ്റേബിൾ ആണോ? ദേ ആർ നോട്ട് സ്റ്റേബിൾ. എന്തുകൊണ്ടല്ല സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞത്?
ഇതെന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ജനറ്റിക്കലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിന്റെ എഫക്റ്റ് കൊണ്ട്, ആ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റലി ഇൻഡ്യൂസ് ചെയ്യുന്ന മോർഫോളജിക്കൽ ഫോം, അങ്ങനെ സ്ട്രക്ചറലി ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ് ആണ്. സോ അസേർഷൻ ഇവിടെ കറക്റ്റ് ആണ്. ഇനി റീസൺ ആണ് പറഞ്ഞത് അത് സ്റ്റേബിൾ ആണെന്ന് ജനറേഷനിൽ അല്ല, ഒരിക്കലും ഇത് ജനറ്റിക്കൽ അല്ല, അത് ജീവിക്കുന്ന ചുറ്റുപാടാണ് അതിനെ ആ ചേഞ്ചിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ റീസൺ ഇവിടെ ഫോൾസ് ആണ്. സോ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 58 നോക്കാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എന്താണ് ടൈഗ ഫോറസ്റ്റ് ബയോം അല്ലേ. നമ്മുടെ ഒരു ഫോറസ്റ്റ് ബയോമിനെ കുറിച്ച് കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ ദ ടൈഗ ഫോംസ് എ കണ്ടിന്യൂസ് ബെൽറ്റ് ഓഫ് ഫോറസ്റ്റ് എൻസർക്ലിംഗ് ദ നോർത്ത് പോൾ ആൻഡ് North Pole and high northern latitude typically between 80 degree and 90 degree north എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെറുതായിട്ടൊരു റോങ് ആണ്. അതിൽ എന്താണ് ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ അല്ലെ നോർത്തേൺ പോളിലൊക്കെയാണ്, പക്ഷെ എക്സിസ്റ്റ് ബിറ്റ്വീൻ 15 ഡിഗ്രി നോർത്ത് ടു 70 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ റേഞ്ച് ഓഫ് 80 to 90 എന്ന് പറയുന്നത് എന്താണ് ഹൈ ആർട്ടിക് തുന്ദ്ര റീജിയൺ ഒക്കെയാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? വ്രോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്തായാലും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബയോം എക്സ്പീരിയൻസ് ലോങ് വെരി കോൾഡ് വിന്റർ ആൻഡ് ഷോർട്ട് കൂൾ ടു വാം സമ്മേഴ്സ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ മോസ്റ്റ് പ്രോമിനന്റ് എവർഗ്രീൻ ലൈക്ക് സ്പേഴ്സ്, പൈൻ ആൻഡ് ലോച്ച് വിത്ത് സം ഡെസിഡ്യൂസ് ട്രീസ് പ്രസന്റ് ആയിരിക്കും. അതും കറക്റ്റ് ആണ്. വൈറ്റൽ ഫോർ സ്റ്റോറിംഗ് വാസ്റ്റ് എമൗണ്ട് ഓഫ് കാർബൺ വിത്ത് ദെയർ അൺഡികമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ഹോൾഡിംഗ് സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ്. അപ്പം ഒന്നൊഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്താണ് കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് നാഷണൽ പാർക്കുകളെ കുറിച്ചും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ബേസിക് നോളജ് വെക്കുക. ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് 59 നോക്കാം. ഇന്ത്യൻ വൂൾഫ് ബിലോങ്സ് ടു എ ഗ്രൂപ്പ്. ഇന്ത്യൻ വൂൾഫ് അറിയാലോ. ഇന്ത്യൻ വൂൾഫ് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, നിയർ ത്രെട്ടേൺഡ്, എൻഡേഞ്ചേർഡ് ആൻഡ് വൾണറബിൾ. ഇതില് ഏത് കാറ്റഗറിയിലാണ് ആര് ഉൾപ്പെടുന്നത്? ഇന്ത്യൻ വോൾഫ് ഉൾപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. എന്താ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം നമ്മൾ ആ മീനിങ്ങുകൾ മനസ്സിലാക്കണം. സോ വാട്ട് യു മീൻ ബൈ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സ്ട്രീംലി സീരിയസ് അല്ലെ. സ്പീഷീസ് ഈസ് വെരി വെരി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിൻഷൻ. ക്രിട്ടിക്കൽ ആണ് അതിന്റെ സ്റ്റേജ് അല്ലെ. അതായത് വളരെ എക്സ്റ്റിൻഷന്റെ അങ്ങ് വക്കെത്തി നിൽക്കുകയാണ്. അത് വളരെ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. അങ്ങനെ ഒരു സ്പീഷീസുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എങ്കിൽ അത് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്ത് പോകും. ഇനി നിയർ ത്രെട്ടൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഇല്ല, ഒട്ടനെ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഒട്ടനെ പോകത്തില്ല. പക്ഷെ അതും എന്താണ് സംഭവിക്കുന്നത്? ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം? ഡിസപ്പിയർ ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവ പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ചെയ്ത് വംശനാശം സംഭവിച്ചു പോകുകയായിരിക്കും അവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിയർ ത്രെട്ടൻഡ് എന്ന് പറയുമ്പം അവിടുത്തെ ഒരു പ്രത്യേകത എന്താ? നിയർ ത്രെട്ടൻഡ് എന്ന് പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ഡേഞ്ചറിലല്ല. അതായത് ഇപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യില്ല? നശിച്ചു പോവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ അതിന് എൻഡേഞ്ചർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എൻഡേഞ്ചർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ ആണ്. പോപ്പുലേഷൻ എന്താണ്? കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൾണറബിൾ ആണ്. വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ ആണ്. പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ എൻഡേഞ്ചേർഡിനേക്കാൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് എന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് റിമെമ്പർ ചെയ്യാൻ നിയർ ത്രെട്ടൻഡ് ഉണ്ട്, പിന്നെ വൾണറബിൾ, എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, ലോ ടു ഹൈ ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്.
അതായത് നിയർ ത്രെട്ടൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും അതിന് എന്ത് സാധിക്കും, അത് ഡിസപ്പിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇല്ല, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും. വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും എൻഡേഞ്ചേർഡിനേക്കാൾ കുറച്ചും കൂടി എന്താണ്, സ്റ്റേബിൾ ആണ്. എൻഡേഞ്ചേർഡ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൈ റിസ്ക് ആണ്, അത് വളരെയധികം പെട്ടെന്ന് തന്നെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യും. ഇനി ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അപ്രത്യക്ഷമല്ല, 1 or 2 ഉള്ളൂ, ഉടൻ തന്നെ അത് അപ്രത്യക്ഷമാകും എന്നാണ് അർത്ഥം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻസിലെ ഇന്ത്യൻ വൂൾഫ് ഏതാന്ന് ചോദിച്ചാൽ വൾണറബിൾ കാറ്റഗറിയിലാണ്. എന്താണ്, ഈ ഒരു എൻഡേഞ്ചേർഡിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, ഫ്യൂച്ചറിൽ എൻഡേഞ്ചേർഡിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യൻ വൂൾഫ് ബിലോങ്സ് ടു വൾണറബിൾ കാറ്റഗറി. നെക്സ്റ്റ് ഒരു അഗെയിൻ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Autogenic succession is driven by internal change with the community itself. Abiotic forces alter the habitat, initiate new colonization. അങ്ങനെ 2 അസേർഷനും റീസണും തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ എന്താണ് ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത്? ഇസ് ഡ്രിവൺ ബൈ ബയോട്ടിക് ഫോഴ്സ്, ബയോട്ടിക് ഫാക്ടേഴ്സ്, ദാറ്റ്സ് മീനിങ് ദ ലിവിംഗ് കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ് മോഡിഫൈ ദി എൻവയോൺമെന്റ് അല്ലേ. അപ്പൊ അതായത് എന്താണ്, അവിടെ ഉള്ള കമ്മ്യൂണിറ്റി തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ മോഡിഫൈ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. അത് ഉള്ള എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി തന്നെ ന്യൂ സ്പീഷീസിന്റെ എൻട്രീനെ ഫേവർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഹ്യൂമസ് സോയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ബാക്കിയുള്ള പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ അത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീസൺ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്, അബയോട്ടിക് ഫോഴ്സസ് ഓൾട്ടറിങ് എ ഹാബിറ്റാറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഒരിക്കലും ആക്ച്വലി ഡിസ്ക്രൈബ് അലോജനിക് സക്സഷൻ ആണ്. അത് അലോജനിക് സക്സഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് പുറത്തുള്ള അവിടുത്തെ സ്പീഷീസ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ത് വരുന്നത്, സക്സഷൻ കോസ് ചെയ്യുന്നത്, അതായത് ഫയറോ ഫ്ലഡോ ക്ലൈമറ്റിക് ചേഞ്ചോ. അതൊരിക്കലും ഓട്ടോജനിക്കുമായിട്ട് ബന്ധമില്ല. ഓട്ടോജനിക് എന്ന് പറയുമ്പോൾ അതിലുള്ള ലിവിങ് കമ്മ്യൂണിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, പുതിയ സ്പീഷീസുകളുടെ വരവിനെ പ്രമോട്ട് ചെയ്യുന്നത്. അപ്പം അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓട്ടോജനിക് സക്സഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ ചേഞ്ച്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ള ഇന്റേണൽ ചേഞ്ചുകൾ ആ കമ്മ്യൂണിറ്റി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ അലോജനിക് സക്സഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്തെന്ന് പറയുന്നത്, അബയോട്ടിക് ഫോഴ്സ് വരുന്നത്. സോ അത് അലോജനിക്കിന്റെ റീസൺ ആയിട്ട് ഓട്ടോജനിക്കിന്റെ റീസൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ അസേർഷൻ ട്രൂ ആണ്, ബട്ട് റീസൺ എന്തായി പോയിട്ടുണ്ട്, ഫോൾസ് ആയി പോയിട്ടുണ്ട്. സോ നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The molecular clock hypothesis used in evolutionary biology based on the assumption that അല്ലെ. ഇപ്പൊ മോളിക്കുലാർ ക്ലോക്ക് ഹൈപ്പോത്തിസിസ് എവല്യൂഷണറി ബയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറയാം. അപ്പം അതിൽ ഏത് അസംഷന്റെ ബേസിസിലാണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ മോളിക്കുലാർ ക്ലോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എ ടെക്നിക് ഇൻ എവല്യൂഷണറി ബയോളജി യൂസ് ടു എസ്റ്റിമേറ്റ് ഹൗ ലോങ് എഗോ ടു സ്പീഷീസ് ഡൈവേർജ്ഡ് ഫ്രം എ കോമൺ ആൻസസ്റ്റർ. അതായത് മോളിക്കുലാർ ക്ലോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി ബയോളജിയിലെ ഒരു ടൂളാണ്. അപ്പൊ അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 സ്പീഷീസ്, ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു സി എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഡൈവേർജ് ചെയ്തിട്ടുള്ളത്. അപ്പം എത്ര സമയം എടുത്തിട്ട്, ഹൗ ലോങ്, എത്ര സമയം എടുത്തിട്ടാണ് ഇത് എന്ത് ചെയ്തത്, ഡൈവേർജ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. So the hypothesis assumes that these neutral mutation accumulate at a constant rate over million of years. ന്യൂട്രൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ചസ് ഇൻ ദ DNA സീക്വൻസ് അല്ലെ. ന്യൂട്രൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA സീക്വൻസിൽ ചില ചേഞ്ചുകൾ വരും. ഈ ചേഞ്ചുകൾ നമുക്ക് ബെനിഫിഷ്യലും അല്ല ഹാംഫുള്ളും അല്ല. സാധാരണ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്താണ്, ഹാംഫുള്ളും സംഭവിക്കും. ചിലപ്പോൾ ബെനിഫിഷ്യൽ ആയിട്ട് പുതിയ ട്രാൻസ്ജനിക് ക്രോപ്സുകളൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ന്യൂട്രൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് കൊണ്ട് DNAക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ന്യൂട്രൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓവർ മില്യൺ ഓഫ് ഇയേഴ്സ് അല്ലെ. അതിങ്ങനെ കാലാകാലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. By counting the number of differences in the DNA of 2 copies, scientists can calculate the time അല്ലെ. അപ്പൊ ഈ A എന്ന് ഞാൻ പറഞ്ഞല്ലോ, A B ഇത് രണ്ടും കോമൺലി ഇവോൾവ് ചെയ്തത് സിയിൽ നിന്നാണ്.
അപ്പൊ എത്ര സമയം എടുത്തിട്ടാണ് ഇത് സിയിൽ നിന്ന് ഇവോൾവ് ചെയ്തത്? ഇത് രണ്ടിലും എന്ത് നടക്കുന്നുണ്ട്? ന്യൂട്രൽ മ്യൂട്ടേഷൻസ് നടക്കുന്നുണ്ട്. ഈ ന്യൂട്രൽ മ്യൂട്ടേഷൻസ് നമുക്കൊരിക്കലും എന്തല്ല, ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂട്രലാണ്, പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തൊരു അവസ്ഥയാണ്. സോ ഈ ന്യൂട്രൽ മ്യൂട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതായത് ഈ രണ്ടിനെയും DNA കോപ്പീസ് പരിശോധിച്ചിട്ട് അതിലെ ചേഞ്ചുകൾ നോക്കുക അല്ലെ, ചേഞ്ച് അല്ലെ കൗണ്ടിങ് ഡിഫറൻസുകൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ ടൈം ദാറ്റ് ഹാസ് പാസ്ഡ് സിൻസ് ദേ വെയർ ദ സെയിം സ്പീഷീസ്, എത്ര സമയം കൊണ്ടാണ് ഇത് രണ്ടായിട്ട് ഇവോൾവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്താണ് ആ ഒരു തിയറി എന്ന് പറഞ്ഞല്ലോ അല്ലെ, ദ മോളിക്കുലാർ ക്ലോക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് സ്പീഷീസ് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും എത്ര ലോങ് ടൈം എടുത്തിട്ടാണ് ഇവോൾവ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ന്യൂട്രൽ മ്യൂട്ടേഷൻസ് ഉണ്ടാവും, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ന്യൂട്രൽ മ്യൂട്ടേഷൻ എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കുകയില്ല. സോ clock hypothesis, molecular clock hypothesis is related to neutral mutation. So the right answer is B. ഇനി 62ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following are recognized as UNESCO World Heritage? Which among the following, ഈ പറഞ്ഞിട്ടുള്ളവയിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടു, കെലഡു രാജസ്ഥാന്, കാസിരംഗ ആസാം, അതുപോലെ തന്നെ സിക്കിമിലെ എന്താണ് കാങ്ജഡോസാങ്ക നാഷണൽ പാർക്ക് ഇൻ സിക്കിം. അപ്പൊ ഇതിൽ ഏതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെട്ടിട്ടുള്ള നാഷണൽ പാർക്ക്. ഫസ്റ്റ് ഹിന്റ് ഇവിടെ ഇരിപ്പുണ്ട്, നാഷണൽ പാർക്കാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ ബയോസ്ഫിയർ റിസർവ്സ് ആണ് അല്ലെ, ബയോസ്ഫിയർ റിസർവ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമില്ല. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള രാജസ്ഥാനിലെ അല്ലെ ബേർഡ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ സിക്കിമിലെ നാഷണൽ പാർക്ക് ഉണ്ട്. ഇവയൊക്കെ എന്താണ് മെയിൻ ആയിട്ടും നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലെ ഇടം പിടിച്ചിട്ടുള്ളതാണ് അല്ലെ. സോ 2, 3, 4 മാത്രമാണ് യുനെസ്കോയുടെ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഗൾഫ് ഓഫ് മാന്നാർ യുനെസ്കോയുടെ ലിസ്റ്റിൽ ഇല്ല. ഇനി തിരിച്ച് ചില സമയത്ത് ഇതിന്റെയൊക്കെ എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഈ നാഷണൽ പാർക്കും സ്റ്റേറ്റുകൾ. ഓരോ നാഷണൽ പാർക്കും ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാറ്റേൺ മാറുന്നു എന്ന് പറയുന്നുവെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാറ്റേണിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ നോക്കിയേ, നമ്മൾ പഠിക്കുന്നത് നോക്കി, ഇതൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ ഇയറിലും കാണുന്നതാണ് ഈ ഒരു നാഷണൽ പാർക്കൊക്കെ. അപ്പൊ നമ്മൾ നാഷണൽ പാർക്കുകൾ പഠിക്കുക, നാഷണൽ പാർക്കിൽ യുനെസ്കോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പഠിക്കുക, അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഏത് സ്റ്റേറ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യവും പഠിക്കുക. സോ 63ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മോളിക്കുലാർ മാർക്കേഴ്സ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ചില മോളിക്കുലാർ മാർക്കേഴ്സിനെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ട്രൂ ആണ് കണ്ടെത്തേണ്ടത്. ഇറ്റ് ഹെൽപ്പ് ബ്രീഡേഴ്സ് ഐഡന്റിഫൈ ആൻഡ് എലിമിനേറ്റ് ഇൻഡിവിജ്വൽ വിത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അൺഡിസൈറബിൾ ജീൻ കോമ്പിനേഷൻ earlier in the breeding process. This save time, resource compared to waiting for plant maturity. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് അല്ലെ ബ്രീഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എഫക്റ്റീവ് 4 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇറ്റ് ഹെൽപ്പ് ബ്രീഡേഴ്സ് ടു ഐഡന്റിഫൈ ആൻഡ് എലിമിനേറ്റ് ഇൻഡിവിജ്വൽ ഡിസൈറബിൾ ജീൻസ് കോമ്പിനേഷൻ earlier in the breeding. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 ഇറ്റ് ഹെൽപ്പ് ബ്രീഡേഴ്സ് ഐഡന്റിഫൈ അല്ലെ, ബ്രീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും അൺഡിസൈറബിൾ ജീൻ കോമ്പിനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ജീനോം വൈഡ് കവറേജ് എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജീനോം വൈഡ് കവറേജ്, അതായത് ഡെവലപ്ഡ് ഫോർ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് റീജിയൻ അക്രോസ് ദി എൻറ്റയർ ജീനോം. എൻറ്റയർ ജീനോമിൽ ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും അല്ലെ. ഡെവലപ്ഡ് ഫോർ കോഡിംഗ് ആയിട്ടുള്ള പാർട്ടിലും നോൺ കോഡിംഗ് പാർട്ടിലും ആപ്ലിക്കബിൾ ആണ്, കറക്റ്റ് ആണ്.
മോളിക്കുലാർ മാർക്കേഴ്സ് ആർ നോട്ട് എഫക്റ്റീവ് ഫോർ ട്രേറ്റ്സ് ദാറ്റ് ആർ ഗവേൺഡ് ബൈ മേജർ ജീൻസ്. അതായത് മോളിക്കുലാർ മാർക്കേഴ്സ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? മോളിക്കുലാർ മാർക്കേഴ്സ് ആർ നോട്ട് എഫക്റ്റീവ് ഫോർ ട്രേറ്റ്സ് ദാറ്റ് ആർ ഗവേൺഡ് ബൈ മേജർ ജീൻസ്. മേജർ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ട്രേറ്റുകൾക്ക് മോളിക്കുലാർ മാർക്കേഴ്സ് എഫക്റ്റീവ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? വ്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എഫക്റ്റീവ് ഫോർ ട്രേറ്റ്സ് ഗവേൺഡ് ബൈ മേജർ ജീൻ, മേജർ ജീൻസ് ഗവേൺ ചെയ്യുന്ന ട്രേറ്റുകൾക്കും ഇതെന്താണ്? എഫക്റ്റീവ് ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വ്രോങ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫോർത്ത്, യൂസ്ഫുൾ ഇൻ മാർക്കർ അസിസ്റ്റഡ് സെലക്ട് ആൻഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി സ്റ്റഡീസ്, ഹൈബ്രിഡ് പ്യൂരിറ്റി ടെസ്റ്റിംഗ്, ജെർംപ്ലാസം ക്യാരക്ടറൈസേഷൻ ആപ്ലിക്കേഷൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതും കറക്റ്റ് ആണ്. പിന്നെ അത് 3 ഒഴികെ ബാക്കി എല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ടാണ് വന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1, 2 ആൻഡ് 4 ആണ്. 64ലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ കണക്റ്റഡ് ടു ദി ഒക്കുപേഷൻ ഹസാഡസ് അല്ലെ. നമ്മൾ ജോലി സംബന്ധമായിട്ട് ഒക്കുപേഷണൽ ഹസാഡസ് ഉണ്ട്, ജോലി അസിസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഡിസീസുകൾ. നമ്മൾ ഏത് സാഹചര്യം, ഇപ്പം ക്വാറികളിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, ഓരോ ഒക്കുപേഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഒക്കുപേഷണൽ ഡിസീസുകളുണ്ട്. അപ്പൊ ആ ഒക്കുപേഷണൽ ഡിസീസുകളെ കുറിച്ചിട്ടുള്ള ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ് ഒക്കുപേഷണൽ ഡിസോർഡേഴ്സ്, ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കുറച്ചധികം ഡിസീസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ എക്സീമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൻ കണ്ടീഷൻ ആണ്. എക്സീമ മീൻസ് സ്കിൻ കണ്ടീഷൻ കോസ്ഡ് ബൈ കോണ്ടാക്ട് വിത്ത് കെമിക്കൽ ഓർ ഡിറ്റർജൻസ് അല്ലെ. കണ്ടിന്യൂസ്ലി കെമിക്കൽസ് അഥവാ ഡിറ്റർജൻസുമായിട്ട് കോണ്ടാക്ട് വരുന്നവരുടെ ആൾക്കാരിൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള സ്കിൻ അലർജിയാണ് ഏതെന്ന് പറയുന്നത്? എക്സീമിയ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അറിയാലേ, വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കെമിക്കൽസുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് എന്ന് പറയുന്നത് എക്സീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീസോതെലോമിയാണ്. അതെന്താണ്? ലങ് ഡിസീസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന ലങ് ക്യാൻസർ പോലെയുള്ള ഡിസീസാണ്. ആസ്ബറ്റോസ് ഫൈബേഴ്സുമായിട്ട് അസിസ്റ്റ് ചെയ്ത് ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആസ്ബറ്റോസ് അതുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വരുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ബൈസിനോസിസ് ആണ്. ബൈസിനോസിസ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ലങ് ഡിസീസ് ആണ്. അത് മെയിൻ ആയിട്ട് എന്താണ്? കോട്ടൺ ഡസ്റ്റ് അല്ലെ, പൊടി, കോട്ടൺ ഡസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ശ്വസിക്കുമ്പോൾ കോട്ടൺ ഡസ്റ്റിനുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ്. അപ്പൊ കോട്ടൺ ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരിലായിരിക്കും കൂടുതലായിട്ടുള്ളത്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഈ കോട്ടൺ പൊടികളുമായിട്ട് അവർ എപ്പോഴും എന്തായിരിക്കും? കോണ്ടാക്റ്റിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വരുന്ന ഒരു ഡിസീസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബൈസിനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ 3 പറഞ്ഞു. എക്സീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ ഡിസീസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസോ ഡിറ്റർജൻസോ ആയിട്ടോ കോണ്ടാക്ട് വരുന്നവരിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്. സോ അതും ജോബ് സംബന്ധം, ഒക്യുപേഷണൽ ഡിസോർഡർ ആണ് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ മാത്രമേ അത് കാണുകയുള്ളൂ. മീസോതെലോമിയ എന്ന് പറയുമ്പോഴും എന്താണ് പറഞ്ഞത്? ആസ്ബറ്റോസ് ഫൈബറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാരിൽ കോട്ടൺ ഡസ്റ്റുമായിട്ട് കൂടുതൽ സമയം കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ലങ് ക്യാൻസർ ആണ് ബൈസിനോസിസ് എന്ന് പറയുന്നത്. പിന്നെ ക്രോം അൾസറേഷൻ ഉണ്ട്. ഡീപ് സോഴ്സ് ഓർ അൾസേഴ്സ് ഓൺ ദി സ്കിൻ കോസ്ഡ് ബൈ ദി എക്സ്പോഷർ ടു ക്രോമിക് ആസിഡ് അല്ലെ. ക്രോമിക് ആസിഡുമായിട്ട് അല്ലെങ്കിൽ ക്രോമിക് ആസിഡുമായിട്ട് കൂടുതൽ സമയം കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക്, അത് യൂസ് ചെയ്യുന്നവരിൽ ഉണ്ടാവുന്ന സ്കിന്നിൽ എന്ത് ചെയ്യും? ആ ചെറിയ സോഴ്സ് പോലെയോ അൾസർ പോലെയോ ഒക്കെ പാടുകൾ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരിതാണ് ക്രോം അൾസറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഒക്കുപേഷണൽ ഹസാഡസ് ആണ് ഈ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒക്കുപേഷണൽ ഹസാഡ്സ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഇതിലൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ മാത്രം ഉണ്ടാവുന്ന ഡിസീസ് ആണ്. ഇനി ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ക്രോം അൾസറേഷൻ ഏതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാം. അതായത് ക്രോമിക് ആസിഡാണ്. അപ്പൊ അത് അങ്ങനെയും കൂടി ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ഓർത്തുകൊള്ളുക. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് D ആണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.